ആ ബെസ്റ്റ് സകലമാനതിനെയും ടേസ്റ്റ് ചെയ്തു മടുത്തു മലയാളികൾക്ക്. ഇനി പാവം പാമ്പിലേക്കാകാമെന്ന് കരുതി കാണാം. ചേട്ടന്മാർ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് തോന്നുന്നു. അതല്ല ഇത്ര ഭംഗിയായി കറി വെച്ചേക്കുന്നേ. പെരുമ്പാമ്പിനെ കൊന്ന് കറി വെച്ച് കഴിച്ച 2 പേരെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ മാതമംഗലം സ്വദേശി പ്രമോദ്, പാണപ്പുഴ സ്വദേശി ബിനീഷ് എന്നിവരാണ് പിടിയിലായത്. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി ചെന്നത്. ഫെലിക്സ്, ഈ പെരുമ്പാമ്പിനെ കറി വെച്ചതിന് എങ്ങനെയൊക്കെ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ അതൊക്കെ യാഥാർത്ഥ്യമാണോ? രതീഷ, ഷെഡ്യൂൾ 1 വിഭാഗത്തിൽപ്പെട്ടതാണ് പെരുമ്പാമ്പ്. ആ പെരുമ്പാമ്പിനെയാണ് ഇന്നലെ ഈ പാണപ്പുഴ പഞ്ചായത്തിലെ 3-ാം വാർഡിലെ ഒരു വീട്ടിൽ വെച്ചും ഈ 2 പേർ ചേർന്ന് അതിനെ ഇറച്ചിയാക്കി കറി വെച്ച് ഭക്ഷിച്ചത്. ഇത് രഹസ്യ വിവരം തളിപ്പറമ്പ് റേഞ്ച് ഓഫീസർ അറിഞ്ഞു. അങ്ങനെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് പരിശോധനയ്ക്കായി എത്തിയത്. അങ്ങനെ ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ ബിനീഷും പ്രമോദും ചേർന്ന് ഈ പെരുമ്പാമ്പിനെ കറി വെച്ച് അത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടായത്. കുറച്ച് ഭക്ഷിച്ചു, ബാക്കി പാത്രത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ പിടികൂടുകയാണ് ഉണ്ടായത്. ഇതിന്റെ തൊലിയടക്കം ഈ മാറ്റിവെച്ചിരുന്ന ഭാഗങ്ങളൊക്കെ തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുകയും ചെയ്തു. പലതരം ദാരിദ്ര്യം ഈ അടുത്തിടെ കേട്ടു. ഇതിപ്പോ കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം, എവര് മലയാളികൾ തന്നെയാണോ എന്ന് ശ്രദ്ധിക്കൂ. കാര്യം പുറം രാജ്യങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ഇതുപോലുള്ള ശീലങ്ങളും ഇതുപോലുള്ള ടേസ്റ്റൊക്കെ പിടിക്കുന്നത്. മനുഷ്യനെ കൊന്ന് തിന്നുന്ന ജാതി ആൾക്കാരുള്ള കാലഘട്ടമാണ്. അപ്പോൾ പിന്നെ പെരുമ്പാമ്പൊക്കെ എന്ത്? കൊന്നാൽ പാവം തിന്നാൽ തീരുമെന്നാണല്ലോ. ആ ഒരു ട്രാക്ക് പിടിച്ചതാവാനും ചാൻസ് ഇല്ലാതില്ല കേട്ടോ. വനം വകുപ്പ് കേസെടുത്ത സ്ഥിതിക്ക് ഇനി ചേട്ടന്മാർ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നന്നായിട്ടറിയും. ഇത് വേറൊരു കഥ. പെരുമ്പാമ്പ് മാറി ഇതിപ്പം മലമ്പാമ്പായിട്ടുണ്ട്. വകുപ്പ് കേസെടുത്തു. അമ്പലക്കടവ് സ്വദേശി ഹമീദിനെതിരെയാണ് കേസ്. നിയമവിരുദ്ധമായി മലമ്പാമ്പിനെ പിടികൂടിയതിനാണ് കേസ്. ജംഷീർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, എന്താണ് ഈ കേസിന്റെ വിശദാംശം? അമ്പലക്കടവ് സ്വദേശിയായ ഹമീദിനെതിരെയാണ് ഇപ്പോൾ വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത്. മിനിഞ്ഞാന്ന് വൈകിട്ടാണ് ഇത്തരത്തിൽ കാളിക്കാവിലെ ചാഴിയോടി എന്ന സ്ഥലത്ത് വെച്ച് ഇയാൾ മലമ്പാമ്പിനെ പിടികൂടിയത്. മലമ്പാമ്പിനെ പിടികൂടുമ്പോൾ തന്നെ അതിന്റെ കഴുത്തിന് പിടിച്ചായിരുന്നു. അതിനുശേഷം ശ്രദ്ധ തെറ്റിയപ്പോൾ ഇയാളുടെ കൈക്ക് പാമ്പ് കടിക്കുകയും കയ്യിൽ വലിയ തരത്തിൽ രക്തം വരികയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ, അശാസ്ത്രീയമായി പാമ്പിനെ പിടികൂടിയെന്ന് പറഞ്ഞതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതോടുകൂടിയാണ് ഇപ്പോൾ വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത്. നിയമവിരുദ്ധമായി പാമ്പിനെ പിടിച്ചെന്ന് കാണിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം ഇയാൾ ഇപ്പോൾ ഒളിവിലാണെന്നാണ് നമുക്ക്. മനുഷ്യന്റെ റോള് കഴിഞ്ഞു. ഇനിയിപ്പോ പെരുമ്പാമ്പിലും മലമ്പാമ്പിലും ഒക്കെ ആൾക്കാർക്ക് കണ്ണ്. അവരെ കൂടെ വെറുതെ വിടാനുള്ള ഒരു ഉദ്ദേശവുമില്ല. ഇതിനൊക്കെ എന്ത് പറയാനാ, ചുമ്മാതിരുന്ന് കാണാം, അത്ര തന്നെ.